60 വയസ്സിന് മുകളിലുള്ളവർക്ക് 5000 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കും. കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷ കേരളത്തിൽ നടപ്പിലാക്കും. ഭക്ഷ്യധാന്യങ്ങളുടെയും മരുന്നുകളുടെയും വില 50% വരെ കുറയ്ക്കും. ഇത്തരത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളാണ് സാബു എം ജേക്കബിനുള്ളത്. അതായത് 2020 പാർട്ടി ഇനി അധികാരത്തിലെത്തിയാൽ ഇത്ര വലിയ ലക്ഷ്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കാനിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു MLA എങ്കിലും ആകണം. മാത്രമല്ല തൻ്റെ പാർട്ടിയായ 2020യെ കേരളത്തിലെ തന്നെ ഒന്നാമത്തെ പാർട്ടിയായി ഉയർത്തിക്കൊണ്ടുവരണം. ഇതാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇരുട്ടടി കിട്ടിയ അവസ്ഥയിലാണ് സാബു എം ജേക്കബ് ഇരിക്കുന്നത്. കിറ്റെക്സിന്റെ വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കേസിന് പുറമെ കേസ് തന്നെയാണ് സാബു എം ജേക്കബിനെ തേടി വരുന്നത്. സാബു എം ജേക്കബിനെതിരെ പോലീസ് വീണ്ടും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കുന്നത്തുനാട് MLA ആയ PV ശ്രീനിജിനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ പുതിയ കേസെടുത്തിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസിന്റേതാണ് നടപടി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് പുതിയ കേസ്. പ്രകോപനപരമായി പ്രസംഗിച്ചതിന് നേരത്തെ തന്നെ മറ്റൊരു കേസും സാബു എം ജേക്കബിനെതിരെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 ഞായറാഴ്ച കോലഞ്ചേരിയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ പേരിലാണ് സാബു എം ജേക്കബിനെതിരെ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നത്. പാർട്ടി പരിപാടിയിൽ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ PV ശ്രീനിജൻ MLAയും CPIMന്റെ പ്രവർത്തകരായ ശ്രുതി ശ്രീനിവാസനും ജോഷി വർഗീസ് എന്നിവരും ചേർന്ന് പരാതി നൽകിയിരുന്നു. 3 പരാതികളാണ് നിലവിൽ ആകെ പോലീസിന്റെ കയ്യിലുള്ളത്. കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച 2020 മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സാബു എം ജേക്കബ് PV ശ്രീനിജനെതിരെ വൃത്തികെട്ട ജന്തുവെന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചെന്നാണ് പരാതി. എന്നാൽ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും ആർക്കെതിരെയും താൻ നടത്തിയിട്ടില്ല എന്നാണ് സാബു എം ജേക്കബ് പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലായ്പ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിന് പോകില്ല, പൂത്തർക്ക പഞ്ചായത്തിന് പോകില്ല, തിരുവാളിയൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡറിട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാതിരി 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും. ഒറ്റ ഇരിപ്പ. അദ്ദേഹത്തിന്റെ ഒട്ടും മാന്യമല്ലാത്ത ഈ പരാമർശങ്ങൾ ലോകം മുഴുവൻ കേട്ടതാണ്. പക്ഷേ കേസും കൂട്ടവുമായപ്പോൾ സാബു എം ജേക്കബ് നേരെ കാലുമാറി. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തത്. സംഭവം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരു പാർട്ടികളെയും തമ്മിലടിപ്പിക്കാൻ സാബു എം ജേക്കബിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടക്കുന്നെന്നുള്ളതായിരുന്നു പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലാപ ആഹ്വാനം നടത്താൻ ശ്രമിക്കുന്നു എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. ഇപ്പോൾ വീണ്ടും പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അദ്ദേഹം താൻ യാതൊരു തരത്തിലും മറ്റാരെയും അധിക്ഷേപിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പൗഡറിട്ട് ഒരു ജന്തു ഇറങ്ങി നടക്കുന്നു എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം പ്രചരിച്ചിരുന്നു. മാത്രമല്ല അത് വർഗീയ അധിക്ഷേപമാണെന്നും സവർണ ചിന്താഗതി അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്നും രീതിയിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരത്തിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും കനത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. സാബു എം ജേക്കബിനെതിരെ എത്രയും പെട്ടെന്ന് കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ വിദ്വേഷപരമായിട്ടുള്ള വാക്കുകൾക്കും എതിരായി പ്രചരണങ്ങൾ ഉയരുന്നത്. സാബു എം ജേക്കബിന്റെ മുഖ്യ ശത്രു അത് CPM ആണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം എക്കാലത്തും ഉറക്കെ പറഞ്ഞിരുന്നത്.
മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന് കടുത്ത വിദ്വേഷമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഒട്ടും വ്യവസായത്തിന് അനുകൂലമായ കാലാവസ്ഥയല്ല നൽകുന്നതെന്നും അദ്ദേഹം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും പ്രസ് മീറ്റുകളും വിളിച്ചു കൂട്ടാറുണ്ട്. എന്തായാലും കേരളം വ്യവസായത്തിന് ഒട്ടും അനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരും വ്യവസായത്തിന് ഒട്ടും അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം തന്നെ തെലങ്കാനയിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തെലങ്കാനയിൽ എത്തിയെങ്കിലും കിറ്റെക്സിന് വലിയ രീതിയിലുള്ള പരാജയം തന്നെയായിരുന്നു. കിറ്റെക്സ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിലാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ട് തെലങ്കാനയിലേക്ക് ചേക്കേറിയതോടെ കിറ്റെക്സ് ഗാർമെന്റ് ലിമിറ്റഡിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് വേണം പറയാൻ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ കണക്കുകൾ പുറത്തു വന്നതനുസരിച്ച് കമ്പനി 38.38% ഇടിവാണ് അന്ന് രേഖപ്പെടുത്തിയത്. മുൻ വർഷങ്ങളെ പോലെ തന്നെ ആധികാരികമായ മുന്നേറ്റമുണ്ടാക്കാൻ കിറ്റെക്സിന് സാധിച്ചിരുന്നുമില്ല. ജൂലൈ സെപ്റ്റംബറിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 13 കോടി രൂപയുടെ ലാഭം കമ്പനി നേടിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ മുൻ വർഷത്തെ സമാന പാദത്തിൽ ലാഭം 22 കോടി രൂപയുമായിരുന്നു. ഇതോടെയാണ് കമ്പനിയുടെ വിപണി മൂല്യത്തിന് ഇടിവ് തട്ടിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം തന്നെ കടങ്ങളും കമ്പനിയെ വീർപ്പ് മുട്ടിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നേരത്തെ കിറ്റെക്സിന്റെ സംയോജിത കടം എന്ന് പറയുന്നത് 25 കോടി രൂപയായിരുന്നു. എന്നാൽ 2023-24 നടപ്പ് വർഷത്തെ ആദ്യ പകുതിയിൽ അത് 341 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. തെലങ്കാനയിൽ പുതിയ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് കടം കുത്തനെ ഉയർന്നത്. കിറ്റെക്സിന്റെ വാർഷിക വരുമാനത്തിലും പുതിയ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇടിവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. വാർഷിക വരുമാനം 151 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയായി ഇടിഞ്ഞിരുന്നു. കിറ്റെക്സിന്റെ കണക്കുകൾ പുറത്തു വന്നതോടെ ഓഹരി വിപണിയിലും കമ്പനിക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സും പാളിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് തെലങ്കാനയിൽ എത്തി കേരളത്തിലെ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ബിസിനസ് നടത്താനായിട്ട് സാബു എം ജേക്കബ് ഒരുങ്ങിത്തിരിച്ചത്. എന്നാൽ അവിടെ എത്തിയിട്ടും സാബു എം ജേക്കബിന് രക്ഷയൊന്നും ഉണ്ടായില്ല. കിറ്റെക്സ് തകർന്ന് തരിപ്പണമായി പോയി. ഇപ്പോഴിതാ വീണ്ടും ഇരുട്ടടി തന്നെയാണ്. ഇങ്ങ് കേരളത്തിൽ തിരിച്ചെത്തി തന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും കേസോട് കേസ് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സാബു എം ജേക്കബിന്റെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ഫലം കണ്ടോ എന്നുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 പാർട്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഹ്വാനം ചെയ്യുന്നില്ല എങ്കിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2020യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. സാബു എം ജേക്കബ് എപ്പോഴും പറയുന്ന പോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരു വലിയ പാർട്ടിയായി തന്നെ ഉയർത്തിക്കൊണ്ടുവരിക, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയായി തന്റെ പ്രസ്ഥാനത്തെ, തന്റെ 2020 എന്ന പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പാർട്ടിയെ ഉയർത്തുന്നതോടുകൂടി തന്നെ തനിക്ക് ഒരു MLA സ്ഥാനമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വ്യവസായത്തിൽ രക്ഷയില്ല. അതുകൊണ്ട് തന്നെ തന്റെ പേര് നിലനിർത്തേണ്ടത്, അതായത് തന്റെ പേര് എപ്പോഴും ജനങ്ങൾ കേൾക്കെ നിലനിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റാണ് എന്നറിഞ്ഞിട്ടും ഇത്ര വലിയ ഒരു വിവാദമായ പരാമർശത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ തെറ്റിയിട്ടില്ല എന്നും വാർത്തകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ന്യൂസ് മേക്കർ ആയിക്കൊണ്ട് തന്നെ സാബു എം ജേക്കബ് എന്ന പേരും 2020 എന്ന പേരും നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ്, ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. എക്കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന ഒരേ നയം തന്നെയാണ്, ഒരേ നിലപാട് തന്നെയാണ്, ഒരേ അജണ്ട തന്നെയാണ്. ആ അജണ്ട തന്നെ നിലനിർത്തുകയാണ് സാബു എം ജേക്കബ്. തന്റെ പേരും തന്റെ പാർട്ടിയുടെ പേരും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുപ്രസിദ്ധിയെങ്കിൽ കുപ്രസിദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ ശ്രദ്ധ നേടുകയാണ് സാബു എം ജേക്കബ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്.